പാതിരാ സമയത്ത് സപ്രപഞ്ചക്കട്ടിലെ ചാരി കിടന്നിട്ട് തന്റെ ഫോട്ടോ എടുത്തിട്ട് സെൽഫി എടുത്ത് കാമുകന്റെ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്ത അതിൽ യാതൊരുവിധ അപാകത കാണാത്ത ഉമ്മ, ഇതൊക്കെ പടച്ചിറപ്പിന് ഇഷ്ടപ്പെട്ടതാണോ? നമ്മളിലും നമ്മുടെ മക്കളിലും നടന്നു പോയത് ഈ മക്കള് ദുരന്തത്തിന്റെ തലമുറയായി മാറുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വരിദ്വാനുന മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുത്. ആ തൃപ്തിയേക്കാൾ വലിയൊരു തൃപ്തി നമുക്ക് ഉണ്ടാവാനേ പാടില്ല. കാമുകന്റെ തൃപ്തി പാടില്ല, കാമുകിയുടെ തൃപ്തി പാടില്ല. വരിദ്വാനു മിനല്ലാഹ്, എനിക്കെന്റെ റബ്ബിന്റെ തൃപ്തിയാ വലുത്. ആ വലുതിനു വേണ്ടി പണ്ടൊക്കെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞാൽ ഇന്ന് ബൈക്കിലിരുന്ന് പോയാലും ആ പ്രണയം ഒരു പ്രശ്നമില്ല. എന്ത് നഷ്ടപ്പെട്ടു പോയി? നമുക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോയി. പണ്ടത്തെ പ്രണയം എങ്ങനെയാണോ? പണ്ടൊരു പാട്ട് തന്നെ ഇല്ലേ? രണ്ടും നമ്മുടെ മക്കളെ തമ്മിൽ നമ്മൾ പഠിപ്പിച്ചതിൽ വ്യത്യാസം വന്നു എന്നാണ്. പണ്ടൊരു പാട്ടുണ്ടല്ലോ, എന്തോന്നാണ് പറ, കാനന ചോലയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. കാമുകി ചോദിക്കുക, നമ്മൾ തമ്മിൽ സ്നേഹമാണ്, കാനന ചോലയിൽ ആടുമേക്കാൻ മലഞ്ചെരുവി പോയപ്പോ ഞാനും കൂടെ വരട്ടെ. അപ്പൊ അന്ന് വയലാർ എഴുതിയതാണെങ്കിലും ആരെഴുതിയതാണെങ്കിലും വയലാറിന്റെ ഭാവനയിലുള്ള പ്രണയം പാടില്ല പാടില്ല. നമ്മളൊന്നും താനെ മറന്നൊന്നും എന്താ സിനിമാ പാട്ട് തന്നെ സാധനം. മുരിയാര് പറഞ്ഞു നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട. അപ്പോഴും പാട്ടെഴുതിയത് വയലാറാണെങ്കിലും വയലാറിന്റെ ചിന്താഗതി എന്താ? മനസ്സിന് സ്നേഹമുണ്ടെങ്കിലും കാനനച്ചോട്ടിൽ ആരും കാണാത്ത മരത്തണലിൽ ആടുമെക്കാൻ കാമുകി എന്റെ കൂടെ വരാൻ പാടില്ല, പാടില്ല പാടില്ല. നമ്മളൊന്നും പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അപ്പൊ അന്നും ഇതൊന്നും ചെയ്തു കൂടാന്ന് തന്നെയാണ് സിനിമാ പാട്ടുകാരൻ പോലും പറഞ്ഞത്. ഇന്ന് നമ്മുടെ പാട്ടെഴുതിയത് കൊല്ലം ഷാഫിയായപ്പോ നമുക്കെന്തായി? നഗ്നമേനികൾ പാതിരാവിൽ ഉരസുന്ന സുഖമല്ല പ്രണയം. ഈ നഗ്നമേനികൾ പാതിരാത്രി ഒരസുമ്പ് ഉണ്ടാകുന്ന സുഖത്തിനാണ് പ്രണയം എന്ന രീതിയിൽ വ്യഭിചാരത്തിന്റെ കഥ പഠിപ്പിച്ചു കൊടുത്തതാരാ? തലമുറകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായി. പറയുമ്പോ നിങ്ങൾക്ക് തോന്നരുത് എന്ത് മുരിയാര് പറയുന്നത്. കണ്ടതും കേട്ടതുമെല്ലാം ലോകത്തിന്റെ എല്ലാവിധ ആഭാസങ്ങളും നമ്മുടെ വീടിന്റെ ഉള്ളിലോട്ട് വന്നു. പക്ഷേ നമുക്കതൊക്കെ വന്നപ്പോഴും അല്ലാഹുവിന്റെ തൃപ്തി അതില് പ്രശ്നമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ അല്ലാഹ് പറയുകയാ, രാവിലെ എഴുന്നേറ്റിട്ടും മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടാവാന് നമ്മളൊക്കെ എത്രയോ പണിപ്പെടാറുണ്ട്. ഇന്ന് ഇസ്ലാമിക സമൂഹത്തിന് വന്ന ഏറ്റവും വലിയ അപജയമാ. ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാനും ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാനും സിനിമാ താരങ്ങളെ വിളിക്കാറുണ്ട്. ഞാൻ ഖത്തറിൽ പോയപ്പോ അവിടെ പ്രധാനപ്പെട്ട ഒരു ജുവല്ലറി ശൃംഖലയുടെ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കാവ്യാമാധവനാ. അവളുടെ കൂടെ അന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ 1000 റിയാലാണ് ചാർജ് ഉള്ളത്. ഏറ്റവും വലുതായി കാവ്യാമാധവൻ എന്ന് പറയുന്ന 6 മാസക്കാലം ഒരു ഭർത്താവിന്റെ കിടപ്പറയിൽ അടങ്ങി കിടക്കാത്ത പെണ്ണിന്റെ കൂടെ ഒരു പ്രാവശ്യം ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ 1000 റിയാല് ചെലവെടുക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ എന്തുകൊണ്ടാ? അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാ. എന്താ അഭിലാഷം? കാവ്യാമാധവന്റെ കൂടെ ഇന്ന് മുഴുവൻ മുസ്ലിം ഹാജിയാക്കന്മാരും ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ കാവ്യാമാധവൻ ആ ജുവല്ലറിയുടെ ഫ്രണ്ടിൽ ഒരു റിബൺ വലിച്ചു കെട്ടും. ഈ പെണ്ണ് അവള് തന്നെ സ്വന്തം ഭർത്താവിന്റെ കൂടെ 6 മാസം അടങ്ങി കിടന്നിട്ടില്ല, വേറൊരുത്തിയുടെ ജീവിതം തകർക്കുകയും ചെയ്തു. എന്നിട്ട് തന്നെ അവിടെ വിടട്ടെ, അത് വിടട്ടെ, ഒന്നില്ലെന്ന് മാത്രമല്ല വേറൊന്നിനെ എത്തിങ്ങാനെ ആക്കുകയും ചെയ്തു. ഇതൊക്കെ ഉള്ളപ്പോഴും ആ പെണ്ണിനെ കൊണ്ടുപോയി ജുവല്ലറിയുടെ മുമ്പിൽ റിബൺ വലിച്ചു കെട്ടി. അവള് വന്നിട്ട് കത്രിക വെച്ചിട്ട് അതൊന്ന് മുറിക്കാൻ എത്ര ചാർജ്? 2 ലക്ഷം. ഒരു റിബൺ അവളൊന്ന് മുറിക്കാൻ അവളുടെ ചാർജ് 2 ലക്ഷം. നിന്റെ പ്രധാനപ്പെട്ട അവയവ മുറിച്ചുകൾ ഒസാക്കിന് 500 ഇതുവരെ തറച്ചു കൊടുത്തിട്ടില്ല. ഉണ്ടോ? ആ റിബൺ മുറിക്കാൻ 2 ലക്ഷം. അത്രയും കഷ്ടപ്പെട്ട് പ്രധാനപ്പെട്ട സാധനം മുറിച്ച ഒസാക്ക് 500 കൊടുക്കാൻ നമുക്ക് ഇപ്പോഴും വിഷമോ? കാരണം എന്താ? ഏറ്റവും വലുതായിട്ട് ചെറുപ്പക്കാരാ
നീ കാണുന്നത് ഒരു പെണ്ണിന്റെ കൂടെയുള്ള ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സഹാബത്ത് ചെയ്ത ജോലി എന്താണെന്നറിയോ? അവര് മിസ്വാക്ക് ചെയ്തിട്ട് മാത്രമല്ല, വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ. എന്നെ ശ്രമിക്കാനെത്തിയവര് കേൾക്കുമോ? അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അതേറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോ സഹാബാത്തുകൾ ചെയ്ത മറുപടി എന്താ? പടച്ചിറപ്പിന്റെ തൃപ്തി കേട്ടാൻ അവര് കൊടുത്തത് എന്തെന്നറിയോ? വമിനൻ നാസി, ചില ജനങ്ങളുണ്ട്, മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ. അവരവരുടെ ശരീരത്തെ പണയം വെച്ചു. എന്തിനു വേണ്ടിയാ? അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇബ്തിഗാ മർളാത്തില്ലാ, ഇബ്തിഗാ മർളാത്തില്ലാ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ പോലെ സഹാബത്ത് കൊടുത്തെങ്കിൽ ഒരു മിസ്വാക്ക് ചെയ്താൽ റബ്ബിന്റെ തൃപ്തി കിട്ടുമെങ്കിൽ എന്തേ ചെറുപ്പക്കാരാ നമുക്ക് കഴിയുന്നില്ല? സഹാബത്ത് മുഴുവനും അവരുടെ ശരീരത്തെ കൊടുത്തതെന്തിനാ? ഉഹദിന്റെ രണാങ്കണത്തിൽ ഹംദത്തുൽ ഖറാറിന്റെ കൈ മുറിക്കപ്പെട്ടതെന്തിനാ? കാല് മുറിക്കപ്പെട്ടതെന്തിനാ? കുടൽമാല വെളിയിലോട്ട് ചാടിയതെന്തിനാ? വബിസയ്യിദി ശുഹദാഇ അമ്മിൽ മുസ്തഫ. ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ നെഞ്ചി പിളർന്നു മാറിയിട്ട് കരളി ചവച്ചു തുപ്പി കിടക്കുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് പോലും പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ വഹിഷി നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് കൈ വെട്ടിയെടുക്കുമ്പോ, കാല് വെട്ടിയെടുക്കുമ്പോ, നെഞ്ച് പിളർന്നിട്ട് കരളി ചവച്ചു തുപ്പുമ്പോ ഹംസാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാ നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ ഹംസ വരുമ്പോ ആ സമയത്ത് നിന്റെ വിശാലമായ സ്വർഗം ചൂണ്ടിക്കാണിച്ചിട്ട്, നിനക്ക് സ്വർഗം വേണോ ഹംസ? വേണം റബ്ബ്, വേണോ ഹംസ? വേണം റബ്ബ്. എന്റെ സ്വർഗത്തിന് പകരമായിട്ട് നിന്റെ കയ്യിൽ എന്തുണ്ട് ഹംസ? എന്റെ തൃപ്തിയില്ലാത്തവർക്ക് സ്വർഗമില്ല ഹംസ. ആ സമയത്ത് അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തിൽ വെട്ടിമുറിക്കപ്പെട്ട എന്റെ കൈകാലുകൾക്ക് പകരമായി, എന്റെ ഈ ചെതിർത്തരിച്ച കരളിന്റെ കശനത്തിന് പകരമായി, എന്റെ ചിതറപ്പെട്ട രക്തത്തുള്ളികൾക്ക് പകരമായി എന്റെ സ്വർഗം നീ, നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് ഹംസക്ക് പറയാനാ. ഹംസ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടത് പൊന്നുമോനെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ശരീരത്തെ അവർ കൊടുത്തപ്പോ ഉഹദ് രണാങ്കണത്തിൽ ഒരു സഹാബി പറയുന്നുണ്ട്, ഒരു സഹാബിയായ ചെറുപ്പക്കാരനായ സഹാബി, അദ്ദേഹം ദിവസങ്ങളായിട്ട് പട്ടിണിയില. ആരോ കൊണ്ടുപോയിട്ട് ഒരു ഈത്തപ്പഴം കയ്യിൽ കൊടുത്തു. ആ ഈത്തപ്പഴം എടുത്തിട്ട് വിശപ്പടക്കാൻ കുറെ ദിവസങ്ങളായി പട്ടിണി കിടന്ന് വിശക്കുമ്പോ ആ സമയത്തൊന്ന് വിശപ്പടക്കാൻ ഈത്തപ്പഴം വായിലോട്ട് വെക്കുമ്പോഴാണ് ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നത്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നാ. അല്ലാഹുവിന്റെ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് ഓടി വരിക. അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് പറയുമ്പോ സ്വർഗത്തിലേക്ക് ഓടി വരാൻ വരുമ്പോ പടച്ചറപ്പിന്റെ തൃപ്തി വിട്ടുന്ന കാര്യമല്ലേ. തന്റെ കയ്യിലിരിക്കുന്ന കാരക്ക വിശന്ന് കിട്ടിയപ്പോ ആ സമയത്ത് വായിലേക്കിട്ട കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ആ സഹാബി പറഞ്ഞു, ഇന്നി ലാജിദു റീഹൽ ജന്നത്തി മിൻ ഖിബലി ഉഹദ്. ഉഹദ് മലയുടെ മറുഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം വരുന്നു. അത് ആസ്വദിക്കാൻ എനിക്ക് തിടുക്കമായി. ആ സ്വർഗത്തിലേക്ക് പോകാൻ ഈ കാരക്ക തിന്നുന്ന സമയം വരെ കാത്തിരിക്കാൻ കഴിയില്ല. ഇന്നഹാല ഹയാത്തുന തവീല. കാരക്ക തിന്നുന്ന സമയം വളരെ ദൈർഘ്യമാണ് പറഞ്ഞ് പട്ടിണി കിടന്നപ്പോ കിട്ടിയ കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോയതെന്തിനാ? വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ. പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ വരിളുവാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുതായി കരുതുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പോരേടത്ത് താമസിക്കുന്ന യൗവനത്തിന്റെ കരുത്തുറ്റ പ്രതീകമായ ചെറുപ്പക്കാരാ, എന്തേ പടച്ചറപ്പിന്റെ തൃപ്തി നിനക്ക് ഇഷ്ടമല്ല? അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് വലുതാകുന്നില്ല. നിന്റെ പാർട്ടിയുടെ തൃപ്തി നിനക്ക് വലുതാ. ഇവിടെ ധാരാളം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും.
പ്രവർത്തകരുണ്ടാകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ടാകും, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടാകും, KSUവിന്റെ പ്രവർത്തകരുണ്ടാവും, SDP-യുടെ പ്രവർത്തകരുണ്ടാവും, ധാരാവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും. ആയിക്കോട്ടെ, കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിൽ പ്രവർത്തിക്കട്ടെ, മാർസിസ്റ്റുകാരൻ മാർസിസ്റ്റിൽ പ്രവർത്തിക്കട്ടെ, ഓരോ പാർട്ടിക്കാരും അതിൽ പ്രവർത്തിക്കട്ടെ. പക്ഷേ പോരേടത്ത് പടച്ചറപ്പിനിട്ടമുള്ളൊരു കാര്യം വന്ന്, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വന്ന്, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വരുമ്പോ പോരേടത്തെ പ്രിയപ്പെട്ട കർമ്മോത്സകരായ പൊന്നു ചെറുപ്പക്കാരാ, അവിടെ ഏറ്റവും വലുത് കോൺഗ്രസ് അല്ല, അവിടെ ഏറ്റവും വലിയ മാർസിസ്റ്റ് പാർട്ടിയല്ല, അവിടെ ഏറ്റവും വലുത് നമ്മൾ സിന്ദാബാദ് വിളിച്ച പാർട്ടിയല്ല. അല്ലാഹുവിന്റെ കാര്യം വരുമ്പോ വരിളുവാനും പടച്ചറപ്പിന്റെ തൃപ്തിയാവലത്. അതിന് കോൺഗ്രസിന്റെ വ്യത്യാസമില്ല, മാർസിസ്റ്റിന്റെ വ്യത്യാസമില്ല. അതിന് പ്രവർത്തിക്കുന്നവർ അവരതിൽ തന്നെ പ്രവർത്തിക്കട്ടെ. പക്ഷെ അല്ലാഹുവിന്റെ കാര്യം വരുമ്പോ, ദീനിന്റെ കാര്യം വരുമ്പോ, മഹലിന്റെ കാര്യം വരുമ്പോ, പള്ളിയുടെ കാര്യം വരുമ്പോ ഏറ്റവും വലുതേടാ വരിളുവാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുത്. ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പറ. നിങ്ങൾക്കൊരു വിഷമവും തോന്നണ്ട. കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിൽ പ്രവർത്തിക്കട്ടെ, മാർസിസ്റ്റുകാരൻ മാർസിസ്റ്റിൽ പ്രവർത്തിക്കട്ടെ. പക്ഷെ അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വരുമ്പോ അതിൽ അല്ലാഹുവിന്റെ തൃപ്തി വലുതാകട്ടെ. ഞാൻ വിഷയത്തിന്റെ വൈപുല്യം കൊണ്ട് ഒരു നാട്ടുവർത്താനം പോലും പറയാതെ പെട്ടെന്ന് വിഷയം പറഞ്ഞു പോവാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ